ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. നമ്മുടെ മലയാളത്തിലെ പ്രവർത്തന പുസ്തകം. അപ്പോൾ എല്ലാ കൂട്ടുകാരും 2ാമത്തെ യൂണിറ്റിൻ്റെ 2nd ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? നന്നായി ഉണ്ണാൻ, അല്ലേ? അപ്പോൾ നന്നായി ഉണ്ണാൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ് എല്ലാ കൂട്ടരും കണ്ടിട്ടില്ലേ? കാണാത്ത കൂട്ടരെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ക്ലാസ്സിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ മഴയോ മഴ എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ്സും അതോടൊപ്പം പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഗണിതത്തിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നന്നായി ഉണ്ണാൻ എന്നുള്ള നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. വളരെ ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ. വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മുടെ 2nd യൂണിറ്റിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2ാമത്തെ പാഠം നന്നായി ഉണ്ണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നമ്മുടെ 2nd യൂണിറ്റിൻ്റെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ഫസ്റ്റ് പേജിൽ നന്നായി ഉണ്ണാൻ. അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്നുള്ളത്. എഴുതി നോക്കാമാണ്. എന്താണ് എഴുതേണ്ടത്? എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ്. എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എഴുതി നോക്കാം. അതായത് കൃഷി, ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? ആ കൃഷിയുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. കൃഷികളുടെ പേര് എഴുതേണ്ടത്. നെൽകൃഷി, തെങ്ങ് കൃഷി, വാഴ കൃഷി, പച്ചക്കറി കൃഷി, റബ്ബർ കൃഷി, കുരുമുളക് കൃഷി, മരച്ചീനി കൃഷി, അല്ലെ? അങ്ങനെ ഇനിയും ഒരുപാട് തരത്തിലുള്ള കൃഷികൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ചുറ്റും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതും കൂടെ എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനം 2, വായിക്കാം. ഇവിടെ നോക്കൂ, കലപ്പയെ കുറിച്ചിട്ട്. കലപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ? ഈ ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കലപ്പ എന്ന് പറയുക, അല്ലെ? ഇതിനെയാണ് കലപ്പ എന്ന് പറയുക. അപ്പോൾ കലപ്പ എന്ത് ചെയ്യണം? കലപ്പയുടെ കഥ പറയണം, അല്ലേ? നമ്മളോട് പറയുകയാണ്. നമുക്ക് എന്താന്ന് വായിച്ചു നോക്കാം. കലപ്പ എന്തിനാ ഉപയോഗിക്കുന്നതൊക്കെ പറയുകയാണ്. ഞാൻ കലപ്പ. കൂട്ടുകാരെ, ഞാനാണ് കലപ്പ. കൃഷി ചെയ്യാൻ നിലം ഒരുക്കേണ്ടേ? മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത്. അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും. കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും. കാലം മാറി, യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി. ഇപ്പൊ കലപ്പയൊക്കെ വളരെ എല്ലായിടത്തും കാണാൻ സാധിക്കില്ല. പുതിയ പുതിയ യന്ത്രങ്ങളൊക്കെ വന്നു, അല്ലെ? നിലം ഒരുക്കാൻ വേണ്ടിയിട്ട്, അത് നിലം ഇളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലപ്പ കൂടുതലായിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായത്. ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും മെഷീൻസ്, അതായത് യന്ത്രങ്ങളാണ് ഇപ്പൊ നിലം ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കലപ്പയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഇത് വായിക്കുക. അടുത്തത് പ്രവർത്തനം 3, കടങ്കഥ നിർമ്മിക്കുന്നത്. എന്തിനെ കുറിച്ച് കടങ്കഥ? അവിടെ എന്താ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? 3 പച്ചക്കറികളുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ പച്ചക്കറികളാണെന്ന്, അല്ലേ? അപ്പൊ 1ാമത്തെ ചിത്രം എന്താണ് ചിത്രത്തിലുള്ളത്? ആരാണ്? നമുക്ക് കടങ്കഥ എഴുതാം, അല്ലെ? ആദ്യം കടങ്കഥ എഴുതാം. ചുവന്ന ഒരു സുന്ദര കുട്ടനാണ് ഞാൻ ഒരു പച്ചക്കറിയാണ്. എന്നെ നിങ്ങൾക്ക് പാചകം ചെയ്യാതെയും കഴിക്കാം, കേട്ടോ. അപ്പൊ ചുവന്ന എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന സുന്ദര കുട്ടൻ പച്ചക്കറി ആരാണ്? ഞാൻ ആരാണെന്ന് പറയാമോ? ആരാ? തക്കാളി. അടുത്തത്, ഞാൻ ഒരു പച്ചക്കറിയാണ്. എന്നെ കടിച്ചാൽ നിങ്ങൾ കരയും. കറികളിൽ എരിവിനായി എന്നെ ചേർക്കും. ഞാൻ ആരാണെന്ന് പറയാമോ? ആരാ? പച്ചമുളക്. അടുത്തത്, ഞാൻ മണ്ണിന്റെ അടിയിലാണ് വളരുന്നത്. ഞാൻ മുയലുകളുടെ ഇഷ്ട ആഹാരമാണ്. എൻ്റെ നിറം ഓറഞ്ച് ആണ്. ആരാണെന്ന് പറയാമോ? ആരാ? ക്യാരറ്റ്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളും കടങ്കഥകൾ നിർമ്മിക്കുക. തക്കാളിയെ കുറിച്ചും പച്ചമുളകിനെ കുറിച്ചും ക്യാരറ്റിനെ കുറിച്ചുള്ള കടങ്കഥകളാണ് നിർമ്മിക്കാൻ പറയുന്നത്. ഓക്കെ. അടുത്ത പ്രവർത്തനം, കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തി എഴുതാം. അതായത് ആദ്യം എന്ത് ചെയ്യണം? അടുത്തത് ഒരു രീതികളുണ്ട്, അല്ലെ? കൃഷി ചെയ്യണതിന്. അപ്പൊ ആദ്യം തന്നെ വിത്ത് വിതറുകയാണോ? അല്ല. അപ്പൊ എന്തൊക്കെയാണ് കൃഷിയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് എഴുതാം. നിലമൊരുക്കൽ, വിത്ത് തിരഞ്ഞെടുക്കലും നടിയിലും, വളപ്രയോഗം,
ജലസേചനം. വേണമെങ്കിൽ നമുക്ക് വിത്ത് തിരഞ്ഞെടുക്കൽ നടിയിൽ മുൻപായിട്ട് ജലസേചനം എഴുതാം കേട്ടോ. കള പറിക്കൽ, കീടരോഗ നിയന്ത്രണം, വിളവെടുപ്പ്. അടുത്ത പ്രവർത്തനം, കൃഷിപ്പണി അല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്? അന്വേഷിച്ച് കണ്ടെത്താം. അപ്പോൾ കൃഷിപ്പണി അല്ലാതെ വേറെ എന്തൊക്കെ തൊഴിലുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഒരുപാട് പലതരത്തിലുള്ള തൊഴിലുകളുണ്ട് അല്ലേ? അപ്പോൾ ആ തൊഴിലുകൾ എന്ത് ചെയ്യുക? ഓരോന്നോരോന്നായി ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ എന്താ നമുക്ക് എന്ത് എഴുതാം? അധ്യാപകർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഡ്രൈവർമാർ, തയ്യൽ പണി, മൺപാത്ര നിർമ്മാണം, പോലീസ്, പോസ്റ്റ്മാൻ, എഞ്ചിനീയർ. ഇതെല്ലാം എന്താണ്? പലതരത്തിലുള്ള മറ്റു തൊഴിലുകളാണ് അല്ലേ? തൊഴിലുകളാണ്. അപ്പം അടുത്തത്, നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം. വരയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് കേട്ടോ. അതായത് നമ്മുടെ നന്നായി ഉണ്ണാന്നുള്ള കഥയിലെ ഒരുപാട് ഭാഗങ്ങൾ, ചിത്രങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം അതെന്ത് ചെയ്യുക? നന്നായിട്ട് വരച്ച് നിറമൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഭാഗം വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. വളരെ കുറച്ച് പ്രവർത്തനങ്ങളേ ഉള്ളൂ അല്ലേ? 5-6 പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ക്ലാസ് ആയിരുന്നു. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇൻസ്റ്റ ഫോളോ ചെയ്യുക. നമ്മുടെ ചില വീഡിയോസിൽ കമൻസ് ഓഫ് ആയിരിക്കും. അതായത് മെയ്ഡ് ഫോർ കിഡ്സ് ആവുന്ന സമയത്ത് കമൻസ് ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.